നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തപസ് എന്ന് പറഞ്ഞൊരംശം എത്ര ഉണ്ടാകുന്നുവോ അത്രയുമാണ് നമുക്ക് മനുഷ്യത്വത്തിൽ ഉള്ളതായ മേന്മയും. ഇത്ര നേരം ഇവിടെ ഇരിക്കണം, ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വാമിജി സംസാരിക്കും, അത് കേൾക്കണം, അത് കഴിഞ്ഞുള്ള ചടങ്ങുകളൊക്കെ പങ്കെടുത്ത് അതൊരു തപസ്സാണ്, ഒരു തപോനുഷ്ഠാനമാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. എല്ലാവർക്കും നല്ല ക്ഷമയുണ്ടോ? തപസ്സിനുള്ള തയ്യാറുണ്ടോ? ഞാൻ സംസാരിക്കട്ടെ. യം ശൈവാസമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധയിതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. കല്യാണാനാം അവികലനിധിഃ കാഭികാരുണ്യസീമാ നിത്യാമോദാ നിഗമവചസാം മൗലിമന്ദാരമാലാ സമ്പദ്ദിവ്യാ മധുവിജയിനഃ സന്നിധത്താം സദാ മേ സൈഷാ ദേവി സകലഭുവന പ്രാർത്ഥനാ കാമധേനു. സൈഷാ ദേവി സകലഭുവന പ്രാർത്ഥനാ കാമധേനു. ദേവിയാണല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠാ വിഗ്രഹം, ആരാധനാപാത്രം. ആ ദേവിയെപ്പറ്റി എനിക്ക് തോന്നിയതാണ് ഇവിടെ ചൊല്ലിയത്. സൈഷാ ദേവി സകലഭുവന പ്രാർത്ഥന കാമധേനു. ഭുവനത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളും നിറവേറ്റുമാറുള്ള ഒരു കാമധേനുവാണ്. എല്ലാ വേദങ്ങളിലും എല്ലാം തന്നെ പ്രശംസിച്ച് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടോ അതിൻ്റെ എല്ലാറ്റിൻ്റെയും പൂർണ്ണ സ്വരൂപത്തിൽ പൂർണ്ണ പ്രഭാവത്തോടു കൂടി ഇവിടെ സന്നിധാനം ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. വളരെ വിശേഷപ്പെട്ടതാണ്. സൈഷാ ദേവി സകലഭുവന പ്രാർത്ഥന കാമധേനു. പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ. പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ. വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരുകവിയാനുള്ള വാത്സല്യമായി. വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരുകവിയാനുള്ള വാത്സല്യമായി. ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ. ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി. ഹരി ഓം ഹരി ഓം. ഇനി
ഇനി എല്ലാവരും കൂടി എൻ്റെ ഒപ്പം കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വെച്ച് പരമാവധി സൗകര്യമാവത്തക്ക വിധത്തിൽ ബുദ്ധിമുട്ടിക്കാതെ നിവർന്നിരുന്ന് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ 3 തവണ ഓംകാരം ജപിക്കുക. അതൊരു തപോനുഷ്ഠാനമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഉദ്ദേശവും സങ്കല്പവും എന്താ? തിരുവനന്തപുരം, ഈ അനന്തപുരി മാത്രമല്ല, പരശുരാമൻ പൊക്കിത്തന്ന കേരളക്കര മാത്രമല്ല, ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡവുമല്ല, ലോകം മുഴുവനും ഇതിൻ്റെ മംഗള സ്വാധീനം, പ്രത്യേകിച്ചും താറുമാറും ലക്കും ലഗാനവുമില്ലാത്ത ഒരു ജീവിതമാണ് കാണുന്നത്. മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. പൈശാചികമായിരിക്കുന്ന സമീപനങ്ങളാണ്, ആക്രമണങ്ങളാണ് ഓരോ സ്ഥലത്തും. ഇതിനെല്ലാറ്റിനും ഒരു അറുതി വരുത്താൻ വെറും നിയമനിർമ്മാണം കൊണ്ടോ നിയമം നടപ്പിലാക്കിയത് കൊണ്ടോ നടക്കില്ല. മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് എല്ലാ വിധത്തിലുള്ള ദുഷ്ടതയും പുറത്തു വരുന്നത്, ശിഷ്ടത എന്ന പോലെ. അപ്പം മനസ്സിൽ പ്രവേശിച്ച് ഒരു സാന്ത്വനപ്പെടുത്താൻ പറ്റിയ തരത്തിലുള്ള ഒരു മംഗള സ്വാധീനം രചിക്കാൻ നമ്മുടെ ഭക്തി കൊണ്ടും ഭക്തി നിർഭരമായിരിക്കുന്ന സങ്കല്പങ്ങൾ, പ്രവർത്തനങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അനുധാവനങ്ങൾ അതുകൊണ്ടേ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മംഗളാനുഗ്രഹങ്ങൾ ഉണ്ടായി ഹൃദയതലത്തിൽ പ്രവേശിച്ച് അവിടെ ഒരു അടിച്ച് വെടുപ്പാക്കി തൂത്തുവാരി ഒരു നല്ല സമാജത്തിൻ്റെ ബിഹേവിയർ, പെരുമാറ്റം നമുക്ക് കിട്ടാൻ വേണ്ടി, മംഗള സ്വാധീനത്തിന് വേണ്ടി എല്ലാവരും കൂടി സംയുക്തമായി കൂട്ടായി ഒരു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കൂടെ ഓംകാരം ജപിക്കും. നിങ്ങളുടെ ജപം ഇങ്ങനെ മുഴങ്ങണം. മൈക്കിലൂടെ ഞാൻ പറയുന്നതിനെ കവച്ചു വയ്ക്കാവുന്ന ഒരു സ്വരം, കൂട്ടസ്വരം നിങ്ങളിൽ നിന്നുണ്ടാവണം. ഓ നന്നായി, എന്നാലും പോരാ. കുറെ മടിയും ലജ്ജയൊക്കെ നിങ്ങൾക്കുണ്ട്, അതൊക്കെ പൊട്ടി തകർന്നു പോട്ടെ. ഓ ഹരിഹി ഓം തത്സ്. ജയഗുരു. നന്നായി. ഭാരത ജനനിയുടെ സത്പുത്രന്മാരെ, സത്പുത്രിമാരെ, ഗാന്ധാരിയമ്മൻ, അതുപോലെ പത്മനാഭസ്വാമി, ഈ എല്ലാ തട്ടകങ്ങളിൽപ്പെട്ടവരും പരിസരവാസികളും ഭക്തജനങ്ങളും എല്ലാവരുമായുള്ളവരെ തിരുവനന്തപുരത്തേക്ക് മുൻ വർഷങ്ങളിൽ കുറേ കൊല്ലം മുൻപ് ഞാനിവിടെ വന്നിരുന്നു. അന്ന് നമ്മുടെ ഹിന്ദു സമാജം വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽപ്പെട്ട സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ പലരും കൂടി അവർക്ക് വന്നണഞ്ഞിട്ടുള്ള ആപത്ത് തീർക്കാൻ സാധിക്കില്ല, വിഷമായി, 60 ദിവസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് ദുർബലരായി തീരുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, അങ്ങനെയുണ്ടോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ മുൻപിലും പിൻപിലും നടുക്കിലും നിൽക്കാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടത്. ആ സമയത്താണ് ഇവിടെ വന്നപ്പോൾ സംസാരിക്കാൻ മൈക്ക് പോലും തരില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ എടുത്തത്. ഉടനെ ഞാൻ പറഞ്ഞു, ആരാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ അദ്ദേഹത്തിനെ പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെയുള്ളവരെ അത്ഭുതപ്പെട്ട് കാണും. ഈ മൊട്ടത്തലയൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനെ കാണണം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതൊരു അപഹാസ്യതയല്ലേ എന്ന്. അന്ന് മിസ്റ്റർ ജോസഫായിരുന്നു. നിങ്ങൾ എനിക്ക് അദ്ദേഹത്തിനെ കാണണം, അതിനുള്ള ഇൻ്റർവ്യൂ ഫിക്സ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ സുമാർ ഒരു അരമണിക്കൂർ നേരം സമയം ചെലവ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മുടെ ഭരണഘടനയെ അനുവദിക്കുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ രാജ്യദ്രോഹമോ ക്രിമിനൽ കുറ്റമോ ഉൾപ്പെടാത്തതായ എന്ത് ആശയങ്ങളും പ്രകടമാക്കാനും വെളിപ്പെടുത്താനും ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും
അവരിലെ തിമിർപ്പുണ്ടാക്കി തീർക്കാനുമുള്ള അവകാശം നമുക്കുണ്ട്. ആ അവകാശം വിനിയോഗിക്കാനാണ് ഈ മൈക്ക് ആവശ്യപ്പെടുന്നത്. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് ഈ മൈക്കിനുള്ള സാങ്ഷൻ തരണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിരോധവും ഇല്ല, എന്തുകൊണ്ട് തരുന്നില്ല എന്ന് പറയണം, എഴുതി ഇങ്ങോട്ട് തരണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ പോയി മൈക്ക് കിട്ടി, സംസാരിച്ചു. അന്ന് എല്ലാവരും അങ്ങനെ തുടുത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതിനു മുൻപ് ഏതാണ്ട് 52 കൊല്ലം മുൻപ് ഞാനിവിടെ വന്ന് ചിത്ര ഗ്രന്ഥശാലയോ എന്താ അവിടെയാണ് ഞാൻ ഒരാഴ്ചയോ മറ്റും ജ്ഞാനയജ്ഞം നടത്തിയിരിക്കുന്നത്. അന്ന് തൊണ്ട തീരെ അങ്ങോട്ട് തകരാറായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, കണ്ണടച്ചിരുന്ന് ഞാനൊരു 5 മിനിറ്റ് ഇരിക്കാം, എനിക്ക് ശബ്ദം കിട്ടിയാൽ സംസാരിക്കാം, ഇല്ലെങ്കിൽ നിർത്താമെന്ന്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് പുറപ്പെട്ടപ്പോൾ ഏതാണ്ട് ശബ്ദമൊക്കെ കിട്ടി സംസാരിച്ചു. അങ്ങനെ ചില ഐതിഹ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരുവനന്തപുരത്തിനെ കുറിച്ചുണ്ട്. അതൊക്കെ പോയി കഴിഞ്ഞ കൊല്ലമാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ കൊല്ലം വന്നത് ജ്ഞാനയജ്ഞം നടത്താനാണ് വന്നത്. ജ്ഞാനയജ്ഞമാണ് ഈ വാക്ക് തന്നെ ഞാനാണ് രൂപീകരിച്ചതും അതിനുശേഷം ചിന്മയാനന്ദ സ്വാമി അത് സ്വീകരിച്ചതുമെല്ലാം. അതുവരെ ഗീതായജ്ഞം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ജ്ഞാനയജ്ഞം എന്നൊരു സങ്കല്പം, ഒരു ഫ്രേസ്, ഒരു പദം തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിശേഷമായിട്ടുണ്ട്. ഈ ജ്ഞാനയജ്ഞങ്ങളുടെ ഉദ്ദേശം മനുഷ്യരാശിക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്നാൽ പറഞ്ഞു കേൾക്കാത്തത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ എല്ലാവരെയും വിളിച്ചിരുത്തി. സാധാരണ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഭൗതികമായ കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ലോകത്തിൽ എന്തെല്ലാം ബാഹ്യവസ്തുക്കളുണ്ട്, ആ വസ്തുക്കൾക്ക് എന്തെല്ലാം ശക്തിവിശേഷങ്ങളോ ഗുണവിശേഷണങ്ങളോ മഹാത്മ്യങ്ങളോ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് സാധാരണ വിഷയ വിദ്യാഭ്യാസം, ഓബ്ജക്റ്റ് നോളേജ്, അതാണ് അവിടെ. എന്നാൽ സബ്ജക്റ്റ് നോളേജ് എന്നൊന്നുണ്ട്. ഓബ്ജക്റ്റിന് വിപരീതമായിട്ടുള്ളതാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓബ്ജക്റ്റിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ, പുറത്തുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? വിഷയം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്, വിഷയി എന്ന് പറഞ്ഞാൽ വിഷയത്തെ ഗ്രഹിക്കുന്നവൻ. എന്നാൽ ഇങ്ങനെ ഈ ഒരു വിഷയി ശബ്ദം നമ്മുടെ ഇടയിൽ സാഹിത്യത്തിലോ സംസാരത്തിലോ എഴുത്തിലോ കാണാൻ തന്നെയില്ല. അതൊന്ന് മനസ്സിലാക്കിക്കോളൂ, നമ്മൾ എത്ര പാപ്പരന്മാരാണെന്ന്. നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണപ്പെടുന്നവരാണ്, കാണുന്നവനാണ് ഞാൻ. കാണുന്നവനുണ്ടെങ്കിലേ കാണലും കാഴ്ചയും കാണപ്പെടലുമുള്ളൂ. ഈ ലോകം നമ്മെ കാണുന്നില്ല. നമ്മളെപ്പോലെയുള്ള മനുഷ്യരോ ജീവരാശികളോ മാത്രമേ കാണുന്നുള്ളൂ. ഭൂമി എന്നെ കാണുന്നില്ല. പ്രതിദിനം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യോദയത്തെ ഞാൻ നോക്കി കാണുന്നതൊഴികെ ഒരു നാളും ഈ സൂര്യൻ എന്നെ കാണുന്നില്ല, നമ്മളെ കാണുന്നില്ല. സമ്മതിച്ചോ ഇല്ലേ? ഒരു ഗ്രഹവും നമ്മളെ കാണുന്നില്ല. പഞ്ചഭൂതങ്ങൾ ഒന്നും നമ്മളെ കാണുന്നില്ല. ഒന്നിനുമില്ല ഉണർവ്. ഇത് മുഴുവൻ നോക്കി കാണുന്നത് നാമാണ്. ആ കാണുന്നവൻ അവനുണ്ടെങ്കിലേ കാഴ്ച എന്ന പ്രക്രിയ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പരിണത ഫലമായ കാണപ്പെടൽ എന്നും ഉണ്ടാവുള്ളൂ. ആ കാണുന്ന മേഖലയാണ് ഈ സബ്ജക്റ്റ്, വിഷയമേഖല എന്ന് പറയുന്നത്. അതിൽപ്പെട്ടതാണ് മനസ്സ്, അതിൽപ്പെട്ടതാണ് ബുദ്ധി, അതിൽപ്പെട്ടതാണ് അഹങ്കാരം. ഈ മൂന്നെണ്ണത്തിനെയും കവച്ചു വെച്ചിട്ടുള്ള ഞാൻ എന്ന വാക്കിന് നിദാനമായി അതുകൊണ്ട് സൂചിപ്പിക്കുന്നതായ പരമാത്മതലം എന്നൊന്നുണ്ടല്ലോ, അത് ഈ മൂന്നിനെയും കിടന്ന് വിരാജിക്കുന്നത്, പ്രകാശിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച അറിവാണ് ഈ വിഷയജ്ഞാനം എന്ന് പറയുന്നത്. അത് നമുക്ക് സ്കൂളിൽ കിട്ടില്ല, കോളേജിൽ കിട്ടില്ല, അച്ഛനമ്മമാരുടെ മുഖത്തിൽ നിന്ന് കിട്ടില്ല, സഹോദരന്മാരോ സുഹൃത്തുക്കളോ സംസാരിക്കില്ല. അത് വെളിപ്പെടുത്തുന്ന സ്ഥലങ്ങൾക്കാണ് സത്സംഗം, സജ്ജനം, തത്വജ്ഞന്മാർ, വിജ്ഞന്മാർ എന്നൊക്കെ പറയുന്നത്. ഈ സത്സംഗം നമ്മുടെ ഭാരതഭൂമിയിൽ വിശേഷപ്പെട്ട ഒരു സംസ്കാര കണ്ണിയാണ്. ഈ സത്സംഗമില്ലാതെ മനുഷ്യരാശി ഒരു കാലത്തും നന്നാവില്ല. നമ്മുടെ സമാജത്തിൻ്റെ പെരുമാറ്റം, വ്യക്തികളുടെ പെരുമാറ്റം, കുടുംബത്തിൻ്റെ പെരുമാറ്റം, സമൂഹത്തിൻ്റെ പെരുമാറ്റം എങ്ങാനും തരം തെറ്റിപ്പോകുമ്പോൾ, തലതിരിഞ്ഞു പോകുമ്പോൾ അത് നേരെയാക്കണമെങ്കിൽ അധ്യാത്മമായ ഒരു ആഹ്വാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഒരാളൊരു കുറ്റം ചെയ്ത് ആ കുറ്റം പുറത്തേക്ക് വന്നാൽ ശിക്ഷാ നടപടികൾ, നിഷ്ഠാ നടപടികളുമായി ആഭ്യന്തര വകുപ്പും പോലീസുകാരും വരും. കുറ്റം ചെയ്തവനെ ശിക്ഷിച്ചതുകൊണ്ട് കുറ്റം ചെയ്യാതിരിക്കാനുള്ള ആ തടസ്സം എന്ന് പറയുന്നത് പ്രിവെന്റീവായിട്ടുള്ളൊരു കാര്യമെടുക്കാൻ നിയമത്തിന് സാധിക്കില്ല. അതുകൊണ്ട് എന്തു വേണം?
നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിനാണ് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. ലോകസ്യ ഉന്മാർഗ പ്രവൃത്തി നിവൃത്തകം കർമ്മ ലോകസംഗ്രഹ. അതാണ് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശരിയായ വഴിക്ക് കൊണ്ടുവരിക, ഇതാണ് നമുക്ക് ആവശ്യം. ഇത് എവിടെ നടക്കുന്നുവോ ആ സ്ഥലത്തിനും സങ്കേതത്തിനുമാണ് സത്സംഗം എന്ന് പറയുക. ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് സത്സംഗം നടത്താനാണ്. അതിൻ്റെ തുടക്കമാണ് ഇവിടെ. ഈ സത്സംഗം എന്നൊരു വാക്ക് പലരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ സത്സംഗം? സത്സംഗത്തിലാണ് സത്തായിട്ടുള്ള കാര്യങ്ങൾ, സത്തിനെക്കുറിച്ചുള്ള പരിഗണന, പരാമർശം, ആലോചന, അതിനെ വിലയിരുത്തൽ, അതിനെ വേണ്ടതുപോലെ വിജ്ഞാപകമായി പറഞ്ഞ് മനസ്സിലാക്കുക, ഇതൊക്കെ നടത്തുന്ന ഒരു സ്ഥലം. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ കണ്ടത്. സാധാരണ ഇങ്ങനെ ഒരു പാദപൂജ, ആരെങ്കിലും ഒരു തത്വജ്ഞൻ, ഒരു മഹാത്മാവ് വന്നു മാജി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഘട്ടം ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഈശ്വരാനുഗ്രഹം ചൊരിയുന്ന യോഗിവാണികൾ എന്നൊരു പുസ്തകത്തിലാണ് ഞാൻ ഈ ഭാഗം ഭാഗവത പരിവ്രജന പരമ്പരയിൽ ഉൾപ്പെടുത്തി എഴുതിയിട്ടുള്ളത്. 11 പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ 9ാമത്തെ പുസ്തകമാണത് എന്ന് തോന്നുന്നു. ഏകാദശ സ്കന്ധം മുക്തിസ്കന്ധത്തിൽപ്പെട്ടതാണ്. എന്താണ് രംഗം? കൃഷ്ണൻ അവസാനമായി ഉദ്ധവനോട് പറയുകയാണ് അന്തിമമായിട്ടുള്ള ഉപദേശം. കൃഷ്ണന്റെ ജീവിതത്തിൽ 2 പ്രധാന ഉപദേശം. ഒന്ന് കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനന് നൽകിയത്, അവിടെ പടപൊരുതാൻ വേണ്ടിയുള്ള ആഹ്വാനവും അതിനുള്ള തയ്യാറെടുപ്പിക്കലുമായിരുന്നു. അതേമാതിരി കൃഷ്ണൻ 125 വയസ്സായപ്പോൾ എല്ലാം കഴിഞ്ഞ് വിശ്രമിച്ച് പോകാൻ തയ്യാറായിരിക്കുമ്പോഴാണ് ഉദ്ധവൻ അടുത്ത് ചെന്ന് എനിക്ക് അങ്ങയുടെ കൂടെ വരണം, കൂടെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞത്. അകന്നിരിക്കാൻ പറ്റില്ല. അപ്പം ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഉദ്ധവന് നൽകിയതാണ് അന്തിമോപദേശം. ഇങ്ങനെ 2 ഉപദേശങ്ങൾ മാത്രമേ കൃഷ്ണൻ വിട്ടുപോയിട്ടുള്ളൂ. അദ്ദേഹം താമസിച്ച ദ്വാരക നമുക്കില്ല. അദ്ദേഹത്തിൻ്റെ കുലം മുഴുവനും നശിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ദ്വാരക 7ാം ദിവസം സമുദ്രത്തിൻ്റെ അടിയിലായി. ഒരു പൊട്ടുപൊടി പോലും എൻ്റെ ഈ ലോകത്തുണ്ടാവരുത്, ഞാൻ പറഞ്ഞ വാക്കുകൾ മാത്രമേ അവശേഷിക്കാവൂ. അതാണ് എൻ്റെ സ്മരണിക, അതാണ് ശ്രവ്യമായിട്ടുള്ളത്, അതാണ് കേൾക്കേണ്ടത്, അതാണ് ആലോചിക്കേണ്ടത്, അതാണ് ഗ്രഹിക്കേണ്ടത്, അതാണ് ഉൾക്കൊള്ളേണ്ടത്. അതിനെ വേണം അനുധാവനം ചെയ്യാൻ, അതിനെ വേണം സാക്ഷാത്കരിക്കാം. അപ്പോഴേ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് തൃഷ്ണയുടെ കൂമ്പാരം പോയി ആ കൃഷ്ണമയത്വം പ്രകാശിക്കൂ എന്ന് തീരുമാനിച്ചിട്ടാകാം അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ശ്രീകൃഷ്ണൻ ദ്വാരകയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദ്വാരകയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം നാരദ മഹർഷി അവിടെ വന്നത് 16,008 കല്യാണം കഴിച്ച് ഒരു കൃഷ്ണ പരമാത്മാവ് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഇതെങ്ങാനും സംഭാവ്യമാണോ? ഞാൻ തന്നെ ഒന്ന് നേരിട്ട് പോയി കണ്ടുകളയാം. അന്നത്തെ കാലത്ത് ഇതേമാതിരിയുള്ള ചാനലും TV ഒന്നുമില്ല, നാരദൻ മാത്രമേ ഉള്ളൂ നമുക്ക്. അദ്ദേഹം എവിടെ വേണമെങ്കിൽ അവിടെ ചെല്ലും, എന്തൊക്കെ വേണമെങ്കിൽ കാണും, കണ്ടതൊക്കെ കൊട്ടി കൊഴിച്ചുകൊണ്ട് നടക്കും. അദ്ദേഹം ചെല്ലാത്തിടമില്ല, പറയാത്തതില്ല, ഒക്കെയാ. നാരദനല്ല വാസ്തവത്തിൽ. നാരദൻ എന്ന് പറയുമ്പോൾ ഏഷണിക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതാത് കാര്യങ്ങളിൽ വേണ്ടത് ചെയ്യിപ്പിക്കാനും ചെയ്യാനും അതിൻ്റെ പരിണത ഫലങ്ങൾ ഉണ്ടാക്കി തീർക്കാനും അവിശ്രമം ഓടി നടക്കുന്ന ആളാണ്. ഞാൻ നാരദ മഹർഷിയെ പറ്റി ഇങ്ങനെ പലതും എഴുതുമ്പോൾ ഒരു ശ്ലോകം എഴുതുണ്ടായി. എല്ലായിടത്തും ഒരുപോലെ തുളഞ്ഞിടുന്ന വല്ലാത്ത വാക്ഷരമഹോ തുടരത്തൊടുപ്പാൻ വിശ്രാമ്യമെന്യെ സതതം ഭുവിയോടിടുന്ന പൊല്ലാത്ത മാമുനിയഹോ സുതരാം ജയിപ്പൂ. കംസന്റെ അടുത്ത് പോയി ആദ്യത്തെ കുട്ടിയെ വിട്ടുകളഞ്ഞത് ശരിയായില്ല. 8ാമത്തെ കുട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ കുട്ടി 8 ഏത് വേണമെങ്കിലും ആവാം. 2 തുടങ്ങിയാൽ 8ാമത്തത് 1 3 തുടങ്ങിയാൽ 8ാമത്തത് 2 അപ്പൊ ഈ പറഞ്ഞതാവാം ഒരുപക്ഷെ 8ാമത്തത് അവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും കൊല്ലേണ്ട കാര്യം ആലോചിച്ചിട്ട് വേണം എന്ന് ഓർമ്മപ്പെടുത്താൻ അവിടെ ചെന്നാളാ. അപ്പോഴാണ് ഞാൻ ഈ ശ്ലോകം എഴുതിയത് അത് വിവരിക്കുമ്പോൾ. അപ്പൊ ആ നാരദ മഹർഷി എല്ലാ സ്ഥലത്തും ചെല്ലും. ദ്വാരകയിലും ചെന്നിട്ട് എന്തുണ്ടായി? ചെല്ലുമ്പോഴേക്കും കൃഷ്ണൻ രുക്മിണിയുടെ കൂടെയായിരുന്നു. നാരദ മഹർഷിയെ കാണുമ്പോഴേക്കും ഓടി വന്നു, അദ്ദേഹത്തിൻ്റെ കാക്കൽ വീണു, കൊണ്ടുപോയി ഇരുത്തി, പാദപ്രക്ഷാളനം നടത്തി, അലങ്കാരവും അണിയിക്കലും ഒക്കെ കഴിച്ചു. എന്താ വന്നതെന്ന് ചോദിച്ചു, കുറേ വർത്തമാനം പറഞ്ഞു, കാപ്പിയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ച് അവിടുന്ന് കറങ്ങി.
പിന്നെ ചെന്നത് സത്യഭാമാഗൃഹത്തിലാണ്. അപ്പൊ ആദ്യം രുക്മിണിയുടെ കൂടെ ആയിരുന്നു കൃഷ്ണൻ. സത്യഭാമയുടെ അവിടെ ചെന്നപ്പോൾ അവിടെയുണ്ട് ഒരു കൃഷ്ണൻ. അത് കഴിഞ്ഞോ എല്ലാ സ്ഥലത്തും ചെന്നപ്പോൾ എല്ലാ ദിക്കിലും ഉണ്ടപ്പോൾ ആ കൃഷ്ണൻ. അപ്പോൾ ഒരു കൃഷ്ണനും 16,008 ഭാര്യമാരുമല്ല, 16,008 കൃഷ്ണനും 16,008 ഭാര്യമാരാ. ഏതാ ഒറിജിനൽ കൃഷ്ണൻ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ ആർക്കും പറ്റില്ല. ഇതാണ് അദ്ദേഹം കണ്ട വിശേഷം. ഓ മഹാമഹാസംഭവം, മനുഷ്യനേത്രങ്ങൾക്ക് മഹാമഹം മാമാങ്കം എന്ന് പറഞ്ഞ് ലോകത്തിൽ എല്ലാ സ്ഥലത്തും പറഞ്ഞു നടന്നു. കൃഷ്ണന് ഖ്യാതി കൂടി. ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണനെ കാണാൻ നാരദ മഹർഷി പോകുമായിരുന്നു. കൃഷ്ണദർശനലാലസഹ ഒന്ന് പറയൂ, എന്തത്ര അമാന്തം തിരുവനന്തപുരത്തക്കാര്. കൃഷ്ണദർശനലാലസഹ പോരാ, കൃഷ്ണദർശനലാലസഹ. കൃഷ്ണനെ കാണാൻ അദ്ദേഹത്തിന് ഒരു ലാലസയായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവും, ഇടയ്ക്ക് 5 ദിവസം 10 ദിവസമൊക്കെ താമസിക്കും, കൃഷ്ണനായിട്ട് സത്സംഗം നടത്തും. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈവനിങ് വാക്കിന് പോയപ്പോൾ ഒരു ദിവസം വസുദേവനെ കണ്ടു. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നാരദ മഹർഷി വരും. വേഗം കൂട്ടിക്കൊണ്ടുപോയി കാല് കഴിച്ചിരുത്തി. എന്നിട്ട് പറയുകയാണ്, എനിക്ക് മഹർഷേ അങ്ങയോട് ഒരു സങ്കടം ഓർത്തിക്കാനുണ്ട്. എന്താണ് സങ്കടം? ഞാനോ മഹാവിഷ്ണുവിനെ പൂജിച്ചു, ആരാധിച്ചു, തപസ് ചെയ്തു. ചതുർഭുജധാരിയായിരിക്കുന്ന മഹാവിഷ്ണു എൻ്റെ മുൻപിൽ പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. വസുദേവൻ പറയാണ് മോക്ഷവും കൂടി നൽകാൻ തയ്യാറായിട്ടാണ് നിന്നത്. എന്താ ഈ മോക്ഷം? നിത്യനിരന്തര സുഖം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം, മോക്ഷം എന്ന് പറഞ്ഞാൽ രണ്ടാമത് മാതൃഗർഭത്തിൽ നുഴയേണ്ടി വരാത്തൊരു നില. അതല്ല മോക്ഷം. മോഹത്തിൽ നിന്ന് മുക്തമായി എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളും കെട്ടുപൂട്ടഴിഞ്ഞ് നിരന്തരമായി മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആന്തരമായ സുഖം എപ്പോഴും അനുഭവിക്കാറാകുന്നതാണ് മോക്ഷം. ആ മോക്ഷവും കൂടി തരാൻ തയ്യാറായിരുന്ന മഹാവിഷ്ണുവിനോട് ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ? എനിക്ക് മകനായി ജനിക്കണം. എന്ത്? ഭഗവാനോട് ചോദിക്കുക, അങ്ങ് എനിക്ക് മകനാവണം. എളുപ്പം? ബുദ്ധി എത്തുമാത്രം വികടമാവാം എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഭഗവാൻ നിങ്ങൾക്ക് കുട്ടിയായിട്ട് ജനിക്കണമെങ്കിൽ നിങ്ങൾ ഭഗവാൻ സ്ക്വയർ ആവണ്ടേ? അല്ലാതെ ഭഗവാൻ കുട്ടിയെ വളർത്താൻ നിങ്ങൾക്ക് പറ്റുമോ? എന്താ മിണ്ടാത്തെ? എളുപ്പത്തിൽ അങ്ങോട്ട് പറഞ്ഞു, ഭഗവാൻ അങ്ങ് കുട്ടിയായിട്ട് ജനിക്കണമെന്ന്. വേറെ ഒന്നും പറയാൻ പറ്റില്ല. മഹാവിഷ്ണുവിൻ്റെ വായ കെട്ടി എനിക്ക് കുട്ടിയായിട്ട് ജനിക്കണം, എന്തു വരം വേണമെങ്കിൽ തരാൻ തയ്യാറായിട്ട് നിന്ന ആളോട് പറഞ്ഞാൽ മഹാവിഷ്ണുവിന് തലകുലിക്ക് സമ്മതിക്കാതെ പറ്റുമോ? ഞാൻ കുട്ടിയായിട്ട് ജനിച്ചുകളെ. എന്നാ ആദ്യത്തെ കുട്ടിയായിട്ട് ജനിച്ചുകൂടെ? ഇല്ല, 8ാം കുട്ടി. അത് എന്തിനാ? ദേവകിയുടെ സഹോദരനെ കൊല്ലാൻ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങളോട് ഭഗവാൻ പറഞ്ഞു, നിനക്ക് 8ാമത്തെ കുട്ടിയായിട്ട് ഞാൻ ജനിക്കാൻ പോണു, നിന്റെ സഹോദരനെ കൊല്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പറഞ്ഞത് മേടിക്കോ മേടിക്കില്ലേ? ഒന്ന് കൈ പൊന്തിക്കും കണ്ടിട്ടെ. തയ്യാറുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? ഒക്കെ ഭക്തന്മാരാന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കും, പൊട്ടുതൊടും, പൂവയ്ക്കും. ഭഗവാൻ പറയണത് മേടിക്കാൻ ഒരൊറ്റ ആൾ ഇവിടെ തയ്യാറാവില്ല. ദേവകി മിണ്ടിയില്ലല്ലോ, വസുദേവൻ മിണ്ടിയില്ലല്ലോ. ഉടനെ ദേവകിയെ കൊല്ലാൻ വാളെടുത്ത് ഓങ്ങിയപ്പോൾ പറയാണ്, വേണ്ട, ഞാനൊരു വഴി പറയാം. ദേവകിയല്ലല്ലോ ഇവിടെ ശത്രു, 8ാമത് ജനിക്കുന്ന കുട്ടിയല്ലേ ശത്രു. ആദ്യം മുതൽക്കുള്ള കുട്ടിയെ തന്നെ ഞാൻ തനിക്ക് തന്നുകളയാം എന്ന് വസുദേവൻ ഒരു വാഗ്ദത്തം ചെയ്തപ്പോഴാണ് ശമിച്ചത്. അങ്ങനെ ഓരോ കുട്ടിയെയും കൊണ്ടു കൊടുത്തു. കൂട്ടരെ കേൾക്കണുണ്ടോ നിങ്ങൾ? ഇല്ല. ഇതാണ് ഞാൻ കാത് കടം മേടിച്ച് കേൾക്കണം എന്ന് പറയുന്നത്. കാത് കടം മേടിച്ച് കേൾക്കണം. ആ കുട്ടി ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചില്ല. ആ ചോര കുഞ്ഞിനെ കയ്യിലെടുത്ത് വസുദേവന്റെ കയ്യിൽ ദേവകി കൊടുത്തിട്ടുണ്ടാവാം. ഒരക്ഷരം മിണ്ടാതെ കൊണ്ട് വസുദേവന്റെ അടുത്ത്, കംസന്റെ അടുത്ത് കൊല്ലാനാ കൊണ്ടുകൊടുത്തു. ആദ്യം കംസൻ പറഞ്ഞു, എന്തിനാ അത്? നന്നായി പ്രതിജ്ഞ പരിപാലിച്ചത്. 8ാമത്തെ കുട്ടിയല്ലേ കൊല്ലാൻ പോണത്, അതുകൊണ്ട് കൊണ്ടുപോകുള്ളൂന്ന്. അപ്പോഴാ നാരദ മഹർഷിയുടെ എഴുന്നള്ളത്ത്. അമ്പോ, ഇതന്നെ 8ആയി കൂടെ ഇവിടുന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാ കുട്ടിയെയും തച്ചു കൊന്ന് 8ാമത്തെ കുട്ടിയായിട്ടാ. ഇതിനുള്ള കാരണം എന്താ? അങ്ങ് എനിക്ക് കുട്ടിയായിട്ട് ജനിക്കണം. ഇങ്ങനെയുള്ള പൊല്ലാപ്പിന് നിങ്ങൾ പൂവരുത കൂട്ടരെ. ഭഗവാന് ബുദ്ധി ഉപദേശിക്കരുത്. അരുത്. ഭഗവാനെ വിളിച്ചോളൂ.
അങ്ങയ്ക്കറിയാം എനിക്ക് എന്ത് വേണമെന്ന്. എൻ്റെ പ്രതിസന്ധി ഞാൻ അറിയുന്നതിന് മുൻപ് അറിയാനുള്ളവനാണ് അങ്ങ്. തട്ടുന്നതിന് മുൻപ് തുറക്കും, വിളിക്കുന്നതിന് മുൻപ് കേൾക്കും, കാണുന്നതിന് മുൻപ് കാണപ്പെടും. ഇതാണ് ഭഗവാനെ സംബന്ധിച്ച നിയമം. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഭഗവാന് ബുദ്ധി ഉപദേശിക്കേണ്ട. അദ്ദേഹം സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. അദ്ദേഹത്തിന് ഗർഭപാത്രം, അദ്ദേഹത്തിന് പിതൃത്വം. ശരി, പിറന്നു. എവിടെ? എവിടെ? കാരാഗൃഹത്തിൽ. പറക്കുന്നതിന് മുൻപ് കൈ കാലി ചങ്ങലക്കിട്ടു. അന്യോന്യം സംസാരിക്കാനും കൂടി പറ്റില്ല. അങ്ങനെയുള്ള ദുസ്ഥിതിയിൽ, ദുരന്തമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ് ഗർഭാധാനവും ജനനവും ഒക്കെ ഉണ്ടായത്. ജനിച്ചിട്ട് ആ കുട്ടി പറഞ്ഞത് എന്താ? ഉടനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകണം. പെരുങ്കാറ്റും പെരുംവർഷവും ഒക്കെയുണ്ട്, കൊട്ടയിൽ വച്ച് കൊണ്ടുപോകൂ. എന്നോട് പറഞ്ഞതെന്താ? കുട്ടിയായിട്ട് ജനിക്കണമെന്ന്. ഞാൻ നിറവേറ്റിയതാ, ജനിച്ചു. വളരാൻ പോകുന്നില്ല അങ്ങയുടെ മടിയിൽ. അങ്ങയ്ക്ക് ചുംബിക്കാൻ എന്നെ കിട്ടില്ല, മടിയിലിരുത്തി താലോലിക്കാൻ എന്നെ കിട്ടില്ല. പിറക്കണം എനിക്ക് കുട്ടിയായിട്ട് എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അത് നിറവേറ്റി ഞാൻ വളരുന്നത് അമ്പാടിയിലാണെന്ന് പറഞ്ഞു പോയി. അപ്പൊ എനിക്ക് ആ സൗഭാഗ്യം, പിതൃസൗഭാഗ്യം എനിക്ക് കിട്ടിയില്ല. എൻ്റെ മകനോ സർവ്വ ആൾക്കാർക്ക് മോക്ഷം വിതരണം ചെയ്യണു, വേണ്ടതൊക്കെ വർഷിക്കണു. പക്ഷേ എനിക്ക് പിതാവായതുകൊണ്ട് മുമ്പിലിരുന്ന് എൻ്റെ മകൻ്റെ മുൻപിൽ 4 വാക്ക് പറയാൻ, ഉപദേശിക്കൂ എന്ന് പറയാൻ പിതൃഭാവം സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വലിയ ഒരു അമളിയിലാണ്. ഈ അമളി തീർത്ത് എനിക്ക് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ പ്രസാദം കിട്ടാൻ അങ്ങ് എന്ത് വേണം എന്നുള്ളത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അത്രേ. ആര്? വസുദേവൻ. അപ്പം നാരദന് വലിയ സന്തോഷമായി. അങ്ങ് ഈ ചോദ്യം ചോദിച്ചല്ലോ, എനിക്ക് വളരെ വിശേഷം. എൻ്റെ മനസ്സിൽ നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. മുനി ചക്രവർത്തി മഹത്തായ ഒരു യാഗം നടത്തുന്നു. ആ യാഗം അങ്ങനെ പൂർണ്ണമായി നടത്തി അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിചാരിതമായി 9 യോഗികൾ ആ യാഗശാലയിലേക്ക് എഴുന്നള്ളി. അവരെ കണ്ടപ്പോൾ മനസ്സിലായി ഇവർ ഉപായപ്പെട്ടവരല്ല. രാജാക്കന്മാർക്ക് എപ്പോഴും രാജബുദ്ധി ഉണ്ടാവും. നിങ്ങൾ ഗൃഹസ്ഥന്മാർക്ക് ചെറിയ ബുദ്ധിയാ, കടുക് പോലെയുള്ള ബുദ്ധിയാ. ഞാനും ഉണ്ട്, എൻ്റെ കെട്ടിയോളും ഉണ്ട്, 2 കുട്ടികളും ഉണ്ട്. കവിഞ്ഞത് അമ്മാവനും കൂട്ടരും. അങ്ങനെ 5ഓ 10ഓ ആളെ പറ്റിയിട്ടുള്ള ചിന്തയേ ഉള്ളൂ. ബുദ്ധിക്ക് വിശാലതയില്ല, ബുദ്ധിക്ക് മഹത്വമില്ല. ഈ 9 പേര് അവിചാരിതമായി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ടപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് മനസ്സിലായി ഉപായപ്പെട്ടവരല്ലാന്ന്. വേഗം വിളിച്ചു, കാലു കഴുകി. യാഗം അവിടെ നിന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്ത് മഹത് കർമ്മങ്ങളും സത്സംഗത്തിൻ്റെ മുൻപിൽ കുമ്പിടും, സത്സംഗത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തും. സർവയാഗങ്ങളും നടത്തുന്നത് സത്സംഗാർത്ഥമാണ്. സർവയാഗങ്ങളും അപ്രത്യക്ഷമായ ഒരു ദൈവത്തെയോ ഒരു ദേവതയോ ഉദ്ദേശിച്ചാണ് നടത്തുന്നത്. നമ്മൾ അഗ്നിയിൽ ഹോമിക്കുന്നു. ഹോമിച്ചത് വല്ലതും ആ ദേവതകൾക്ക് കിട്ടിയോ എന്നുള്ളതിന് ഇന്നേ വരെ വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ? അഗ്നിയൊക്കെ മേടിച്ചു, ദഹിപ്പിച്ചു, ഭസ്മമാക്കി എന്നല്ലാതെ ഇന്ദ്രായ ഇദം നമമ എന്ന് പറഞ്ഞ് ഹോമിക്കുന്നത് ശരി, ഇന്ദ്രന് കിട്ടിയോ എന്നറിയാൻ എന്താണ് പ്രമാണം? നമ്മുടെ ആരാധനയിൽ മുഴുവനും ഈശ്വരൻ അപ്രത്യക്ഷനും വിദൂരസ്ഥനുമാണ്. ആ ഈശ്വരന് നമ്മുടെ ആരാധന എത്തുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ ഉള്ളു തന്നെ പരിശോധിച്ചു വേണം അറിയാൻ. അപ്പോൾ അവർ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. കാല് കഴുകിച്ചിരുത്തി. വിശപ്പിൽ ദാഹത്തിന് കുറച്ച് ഭക്ഷണം കൊടുത്തു, കുടിക്കാൻ കൊടുത്തു. എന്നൊരു ചമ്രം പടിഞ്ഞ് മുനി ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മുൻപിലായിരുന്നു. ഋത്വിക്കുകളെല്ലാം പിന്നിൽ വന്ന് ഹാജരായി. എന്നിട്ടൊരു ചോദ്യമാണ്. എന്താ? മഹർഷിമാരെ, യോഗിവര്യന്മാരെ, എനിക്ക് പറഞ്ഞു തരണം ഭാഗവത ധർമ്മങ്ങൾ എന്താണെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭാഗവത ധർമ്മങ്ങൾ. ആരാണ് ഈ ഭാഗവതൻ? ആരാണോ വിചാരിക്കുന്നത് ഞാൻ ഭഗവാന്റെ ആണെന്ന്? എന്ത്? ഞാൻ ഭഗവാന്റെ ആണ്. ഈ ലോകം എങ്ങനെ ഈശ്വരൻ്റേതോ, ലോകസന്തതിയായിരിക്കുന്ന ഞാനും എനിക്ക് എന്തെല്ലാം കൈവശമുണ്ടോ, സമ്പാദിച്ചിട്ടുണ്ടോ, നേടിയിട്ടുണ്ടോ, പഠിപ്പായോ, വിദ്യയായോ, യോഗ്യതയായോ, സ്വത്തായോ, സ്വതന്ത്രമായോ, വീടായോ, കുടിയായോ, സന്താനങ്ങളായോ, സുഹൃത്തുക്കളായോ എന്തെല്ലാം ഞാൻ നേടിയിട്ടുണ്ടോ അത് മുഴുവനും ഭഗവാന്റെയാണ്. ഞാൻ ഭഗവാന്റെയാണ് എന്ന് വിചാരിക്കുന്നവനാണ് ഭാഗവതൻ. ഭഗവാനെ എൻ്റെയാണ് എന്ന് വിചാരിക്കുന്നവനാണ് ഭാഗവതൻ. ആ ഭാഗവത ധർമ്മങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭാഗവത ധർമ്മങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിൽ മുക്തിസ്കന്ധത്തിൽ കൃഷ്ണൻ ഉദ്ധവന് ഉപദേശിക്കുന്നതിന് മുൻപ്
വേദവ്യാസ മഹർഷി എഴുതി ചേർത്തിട്ടുള്ള വിശേഷപ്പെട്ട സംഭവമാണ് ഈ വിഷയം. അപ്പം അതിന് മാഹാത്മ്യം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. ആ ഭാഗവത ധർമ്മങ്ങൾ എങ്ങനത്തതാ? ഭഗവാൻ സന്തുഷ്ടനായി തൻ്റെ സർവസ്വവും തൻ്റെ ആത്മാവിനെ പോലും ഭക്തന് കൊടുക്കുന്നതാണ് ഭാഗവത ധർമ്മം. അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അത്രേ. ആ പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മ വരുന്നു. വസുദേവ, ഞാൻ അങ്ങയെ ധരിപ്പിക്കാം, അങ്ങയുടെ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി. ഓരോ യോഗിയും തൻ്റെ നിലപാട്, തൻ്റെ വീക്ഷണകോൺ, തൻ്റെ നിലയിൽ നിന്ന് ആ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നു. ആ 9 മറുപടിയും കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലാവും. 9 ആൾക്കാരുടെ സംഭാഷണമാണിത്. ഇതിനെ നവയോഗി സംഭാഷണം, നവയോഗി സംവാദം എന്നാണ് പറയുക. ഒരു ഭാഗത്ത് നിമി ചക്രവർത്തി, മറുഭാഗത്ത് 9 യോഗികൾ. അതിൽ ഒരു യോഗി പറഞ്ഞത് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. കേൾക്കണോ നിങ്ങൾക്ക്? ഭക്തി, ഭഗവാനോട് നമുക്ക് തോന്നുന്നതാണ് ഭക്തി. ആ ഭക്തിയുടെ പേരിൽ നാം എന്തു ചെയ്യണം, എന്തു ചെയ്യുന്നു, ആ ഭക്തി നമ്മെ എത്തിക്കേണ്ട സ്ഥലം എവിടെ എന്ന് വളരെ വ്യക്തമാവുന്നു. 3 തരത്തിലാണ് ഭക്തി പ്രകടനം. അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ നതദ് ഭക്തേഷു ജാന്യേഷു സഭക്തഃ പ്രാകൃതസ്മൃതഃ. ഞാനത് വായിച്ചപ്പോൾ ആശ്ചര്യപ്പെട്ടുപോയി. ഞാൻ എപ്പോഴും പറയും, നല്ല നല്ല കാര്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നാറുള്ളതെന്ന്. അമാവാസി ദിവസം കറുത്തിരണ്ട അന്തരീക്ഷത്തിൽ 1000 പൂർണ്ണചന്ദ്രന്മാർ ആകാശത്തിൽ ഉദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ പ്രകാശ സൗന്ദര്യം? അതാ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഈ മാതിരിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഭക്തന്മാരും ഭക്തിയും 3 തരത്തിലാണ്. അതിൽ ആദ്യത്തേതാണ് ഏറ്റവും ചുവട്ടിലുള്ള പടി. അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ നതദ് ഭക്തേഷു ജാന്യേഷു സഭക്തഃ പ്രാകൃതസ്മൃതഃ. എന്താ അതിനർത്ഥം? ഭഗവാനെ പൂജിക്കുന്നു, ശ്രീഹരിയെ പൂജിക്കുന്നു, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരിയെ പൂജിക്കുന്നു. പക്ഷേ എവിടെ? അർച്ചായാം ഏവ, വിഗ്രഹത്തിൽ മാത്രം. കേൾക്കുന്നുണ്ടോ? ആ മാത്രം വലിയ അർത്ഥാണതിന്. വിഗ്രഹത്തിൽ മാത്രമാണ് പൂജ, അവിടെ മാത്രമാണ് ശ്രീഹരി. പൂജാം യശ്രദ്ധയേ ഹതേ, വളരെ ശ്രദ്ധയോടുകൂടി പൂജിക്കുന്നു. അതേ സമയത്ത് ആ ഹരിഭക്തനാണ് ഞാൻ, എൻ്റെ ഹരിയുടെയാണ് ഈ ലോകം മുഴുവനും, ഉള്ളത് മുഴുവനും. ഹരിഭക്തന്മാരാണ് പ്രത്യേകം എനിക്ക് സുഹൃത്തുക്കൾ. ആ വിചാരം ആ മനസ്സിലില്ലത്രേ. ന തദ് ഭക്തേഷു ചാന്യേഷു, ആ ഹരിഭക്തന്മാർക്ക്, ഹരിക്ക് കണ്ണിലുണ്ണിയായവരെ കണ്ടാൽ ചന്തി കാണിച്ചു പോകും. ഇപ്പം നവയോഗികൾ വന്നപ്പോൾ അവരവിടെ ഇരുന്നോട്ടെ, ബാല്യക്കാരന്മാരെ പറഞ്ഞയച്ച് അവർക്ക് കസേരയിട്ട് കൊടുക്കൂ എന്നല്ല നിമി ചക്രവർത്തി പറഞ്ഞത്. അവിടുന്ന് അദ്ദേഹം യജമാന സ്ഥാനത്തിൽ നിന്ന് എണീറ്റ് അവരെ സ്വാഗതം ചെയ്ത് അവരുടെ കാല് കഴുകി അവർക്ക് ആസനങ്ങൾ ഇട്ടുകൊടുത്ത് നമസ്കരിച്ച് ഭാഗവത ധർമ്മങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ഇവിടെ കുറേ പേര് നിൽക്കണു, ഇവിടെ ഒക്കെ ഭക്തന്മാരാ. 6 ചെയർ ഫ്രീ ആയിട്ടിരിക്കുന്നു. ആർക്കും തോന്നുന്നില്ല അതൊന്ന് കൊണ്ടങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന്. ഇതാണ് നമ്മുടെ ഭക്തിയുടെ സമ്പ്രദായം. അവരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഇവിടെ ചെയർ വെറുതെ ഉണ്ടല്ലോ എന്ന്. ഈ കാണുന്നതിൽ കുറച്ചെങ്കിലും ഒരാൾക്കെങ്കിലും തോന്നിക്കൂടെപ്പാ? തോന്നില്ല. അതാണ് മനുഷ്യന്റെ സ്വഭാവം. ഇത് കുറ്റല്ല, പക്ഷെ കുറവാണ്. കുറ്റമല്ല, കുറവാണ്. അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ, ശ്രദ്ധയോടുകൂടി പൂജ ചെയ്യും. എന്നാൽ ന തദ്ഭക്തേഷു ജാന്യേഷു, ആ ഹരിഭക്തന്മാരുണ്ടല്ലോ, അവരിങ്ങനെ ആടിപ്പാടി ആനന്ദ നൃത്തം വെച്ചുകൊണ്ട് കുടുംബവുമില്ല, കുട്ടികളുമില്ല, എവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്നവരാണ്. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ കൊടുക്കുക, വസ്ത്രം വേണമെങ്കിൽ കൊടുക്കുക, അവരെന്തെങ്കിലും പുസ്തകം എഴുതാനോ പബ്ലിഷ് ചെയ്യാനോ പുറപ്പെടണമെങ്കിൽ സഹായിക്കുക. അങ്ങനെയുള്ള ചിന്തകളൊന്നും അവരുടെ മനസ്സിലില്ല. ഞാനും എൻ്റെ ഭഗവാനും, നിങ്ങളാരും എനിക്കൊന്നുമല്ല എന്ന് വിചാരിച്ച് ഇടുങ്ങിയ മനസ്സോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടിയാണെങ്കിലും പൂജ ചെയ്യുന്നുണ്ടല്ലോ, ആ ഭക്തന്മാരെ എന്താ പറയുന്നത് ശാസ്ത്രം? സഭക്തഃ പ്രാകൃതസ്മൃതഃ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭക്തനാണ്, അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ പാവം. അനവധി പേര് ഒന്നും ചെയ്യുന്നില്ല. ഇദ്ദേഹം കുറച്ച് പൂവെങ്കിലും ഇട്ടിട്ട് നുള്ളിയിടുന്നുണ്ടല്ലോ വെടുപ്പാക്കി. അപ്പം അദ്ദേഹം ഭക്തനാണ്, പക്ഷേ പ്രാകൃതനാണ്, പരിഷ്കൃതനല്ല.
പവിത്രത പോരാ, വിശാലം പോരാ, വിശാലത പോരാ. ഞാൻ ആരാധിക്കുന്ന ഭഗവാൻ സർവവ്യാപിയാണ്. അദ്ദേഹം എല്ലാറ്റിലുമുണ്ട്. തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്, നല്ലതിലുമുണ്ട്, ചീത്തയിലുമുണ്ട്, ശത്രുവിലുണ്ട്, മിത്രത്തിലുണ്ട്, നന്മയിലുണ്ട്, തിന്മയിലുണ്ട് എന്നൊരു തോന്നൽ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് ഭക്തനാണെങ്കിലും ഇടുക്കമുള്ള ഭക്തൻ, ഇടുക്കം. ആ ഭക്തി വികാസത്തിന് കാരണമായിട്ടില്ല. ഭഗവാന്റെ പേര് പറയുമ്പോൾ സർവവ്യാപി എന്ന് നമ്മുടെ മനസ്സിൽ തോന്നണം, എല്ലാ ദിക്കിലും ഉണ്ടാവണം. നാരായണ 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 എന്ന് ജപിക്കുമ്പോൾ നമ്മുടെ നരന്റെ ഇടുക്കം മാറി നാരായണന്റെ വികാസം മനസ്സിനെ അലങ്കരിക്കണം, മനസ്സിനെ മകുടം ചാർത്തണം. ഓരോ ദിവസവും നമ്മുടെ വികാസം ഉണ്ടായിക്കൊണ്ടിരിക്കണം. കാണുന്നവരെയൊക്കെ ഗോവിന്ദ ഗോവിന്ദ, കൃഷ്ണ കൃഷ്ണ, ഹരേ മുകുന്ദ മുരാരേ ഹോ എന്ന് പറഞ്ഞ് നമസ്കരിക്കാനും അഭിസംബോധന ചെയ്യാനും നമുക്ക് സാധിക്കണം. ആ വികാസം വരുന്നില്ല. അതുകൊണ്ട് ഇടുക്കമാണ് ആ മനുഷ്യന്. സഭക്തഃ പ്രാകൃതസ്മൃതഃ. പ്രഥമാ പ്രതിമാ പൂജ ജപസ്തോത്രാണി മധ്യമ ഉത്തമാ മാനസീ പൂജ സോഹം ഭാവോത്തമോത്തമ. പറയട്ടെ, ഞാൻ പറയട്ടെ എന്ന് അതോ വേണ്ടേ? പ്രഥമാ പ്രതിമാ പൂജ, ആദ്യമായി ചെയ്യുന്നതാണ് പ്രതിമാ പൂജ. അതിനൊരു പ്രതിമ വേണം, പുഷ്പങ്ങൾ വേണം, ഒരു സ്ഥലത്ത് ഇരിക്കണം, കുളിക്കണം, സൗകര്യം വേണം. ചിലപ്പോൾ പൂജാമുറി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒക്കെ വിഷമാണ്. അത് ആദ്യത്തതാ, കിൻഡർ ഗാർട്ടൻ നിലവാരത്തിലുള്ളതാ. രണ്ടാമതോ ജപസ്തോത്രാണി മധ്യമ. വായുണ്ട്, എവിടെ വേണമെങ്കിൽ ജപിക്കാം. കിടപ്പുമുറിയിലാവാം, കുളിമുറിയിലാവാം, ടോയ്ലറ്റിലാവാം, നടക്കുമ്പോഴാവാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം. ആ ജപം, സ്തോത്രം ഇരുന്നിടത്തിരുന്ന് സ്തുതിക്കാം. ഈ പൂജ എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് ഐന്ദ്രിയ തലത്തിലുള്ളതാണ്, ശാരീരിക തലത്തിലുള്ളതാണ്. വായ കൊണ്ട് ചെയ്യുമ്പോഴോ കൂടുതൽ സ്വാതന്ത്ര്യമായി എളുപ്പമായി തന്നിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നതാ. ശവശരീരത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടില്ല, ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ നിന്നേ ശബ്ദം പുറപ്പെടുള്ളൂ. അപ്പൊ ജീവൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ അടുപ്പിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ് സ്വരം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ അടുക്കളയിലുള്ള അടുപ്പത്ത് വേവിച്ചെടുക്കുന്നതാണ് പായസം, വട ഒക്കെ. ഇതിവിടെ വേവിച്ചെടുക്കുന്നതാ. ആ സ്വരം എത്ര സംസ്കരിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്ത് ഭഗവാനെ സ്തുതിക്കൂ. അതാണ് മധ്യമം. കൂടുതൽ സമയം ചെയ്യാം, കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്, മറ്റൊരു വസ്തുവിനെയും ആശ്രയിച്ചിരിക്കുന്നതല്ല. അപ്പൊ മധ്യമമായിട്ടുള്ള ഇതെങ്ങനെയായി? ഉത്തമാ മാനസീ പൂജ. ഉത്തമമായിട്ടുള്ളത് മനസ്സുകൊണ്ടുള്ള പൂജയാണ്. ഭഗവാനെ നിങ്ങൾ സ്മരിച്ചാൽ മതി. ഭഗവത് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി. ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കൂ. എന്ത് തരത്തിൽ വേണമെങ്കിൽ ആലോചിക്കാം. ഈ ഭാഗവതമൊക്കെ എഴുതിയത് എങ്ങനെയാ? മനസ്സിൽ പൊന്തി വരുന്ന തത്വവിചാരധാരയാണ് ശബ്ദത്തിലൂടെ പകർത്തി വെച്ചത്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ആലോചന അങ്ങോട്ട് ഉണർന്നു കഴിഞ്ഞാൽ ഭഗവൻ മയം തന്നെ നമ്മുടെ മനസ്സ്. ഒരേ നാവിൽ നിന്ന് അനേകായിരം അനേക ലക്ഷം ശബ്ദങ്ങൾ വരുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നിന്ന് ബഹുമുഖ ചിന്തകളാണ് ഭഗവാനെക്കുറിച്ചും ഭഗവത് വൈഭവത്തെക്കുറിച്ചും വരിക. നിലയ്ക്കാതെ ആ മാനസപൂജ ചെയ്യൂ. സർവത്തിലും വിശേഷമായിട്ടുള്ളത് എന്താ? സോഹം ഭാവോത്തമോത്തമ. എല്ലാ ദിക്കിലും കടന്ന് വ്യാപിച്ചു കിടക്കുന്ന ഈശ്വരൻ ഒഴികെ ഒന്നുമില്ല. എല്ലാം ഈശ്വരനാണ്. ഞാൻ എന്ന് പറയുന്നതും ഈ ഈശ്വരനെ തന്നെ. അതുകൊണ്ട് ജ്ഞാനമാണ് ഈശ്വരത്വം എന്ന് വിചാരിച്ച് നമ്മുടെ ഉള്ളിൽ പേറി നടക്കുക ഭഗവാനെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഭഗവാനെ പേറി നടക്കൂ കൂട്ടരെ. നിങ്ങളൊക്കെ പുറത്തു വയ്ക്കുകയാണ്. കണ്ടു ഒരു പടം, തൂക്കി അവിടെ തന്നെ ഇരിക്കുക. നീ പുറത്തു വരരുത്. പൂജാമുറിയിൽ പൂജ ചെയ്ത് പൂട്ടി ഇനി ഞാൻ തുറക്കുമ്പോഴേ വരാൻ പാടുള്ളൂ. അതുവരെ എൻ്റെ ഇഷ്ടത്തിന് ജോലി ചെയ്യണം, എനിക്ക് ഇടയിൽ ഇടപെടരുതേ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വഭാവം. അതങ്ങോട്ട് വിടൂ. ഉത്തമാ മാനസീ പൂജ സോഹം ഭാവോത്തമോത്തമ. ആ ഈശ്വരൻ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പരമാത്മാവാണ് പരമേശ്വരൻ. അതിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത്, ശ്രീമദ് ഭാഗവതം പറയുന്നത് പോലെ. അപ്പോ ആദ്യത്തത് പ്രതിമാ പൂജ, ജപസ്തോത്രാണി മധ്യമ. ഇവിടെ ഭാഗവതം പറയണത് എന്താ? നമ്മുടെ നവയോഗിയിൽ സംഭാഷണത്തിൽ ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷസ്സുജ പ്രേമമൈത്രീ കൃപോപേക്ഷ യഃ കരോതി സമധ്യമഃ. ആ ശാരീരികമായ പൂജയും
അന്യപദാർത്ഥങ്ങളും മൂർത്തിയുമൊക്കെ മാറ്റിവെച്ചു. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു വിചാരമാണ്, 4 ഭാവം പുലർത്തു. ഈശ്വരേ, ഈശ്വരനിൽ നിങ്ങൾക്ക് ഒരൊറ്റ ഭാവേ വേണ്ടൂ, പ്രേമം. എന്ത് എന്ത് ഈശ്വരനോട് നിങ്ങൾക്ക് സ്നേഹം മാത്രമേ വേണ്ടൂ. ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ ഈശ്വരന് കൊടുത്ത് അദ്ദേഹം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? എത്ര വഴിപാട് കഴിച്ചു, ഒരെണ്ണെങ്കിലും അദ്ദേഹം എടുത്തു? എന്താ മിണ്ടാത്തെ? അറിയും കൂട്ടരെ, സത്യം, ധർമ്മം. നമ്മുടെ ശാസ്ത്രം ജഡങ്ങളല്ല, ചേതനാമയങ്ങളാണ്, വിജ്ഞാപകങ്ങളാണ്. അതിലുള്ള ഓരോ അക്ഷരവും ഓരോ പദവും മനുഷ്യനെ ഉദ്ബുദ്ധനാക്കുന്നതാണ്, മനുഷ്യനെ അറിയിപ്പിക്കുന്നതും ഉണർത്തിപ്പിക്കുന്നതും ആത്മവിചാരം തത്വവിചാരം ചെയ്യിപ്പിക്കുന്നതുമാണ്. ഓരോ വാക്കും നമ്മളെ പരിശുദ്ധം പവിത്രമാക്കുന്നതാണ്. അത് നിങ്ങൾ വായിക്കണില്ല, കേൾക്കണില്ല, ചിന്തിക്കണില്ല. അതാണ് നമ്മുടെ പോരായ. സത്സംഗം കൊണ്ട് ഉണ്ടാവേണ്ടത് അതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഭഗവാന് നിങ്ങൾക്ക് പ്രേമം മാത്രമേ കൊടുക്കണ്ടൂ, വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ പാലും വേണ്ട, നിങ്ങളുടെ പഞ്ചസാരയും വേണ്ട, നിങ്ങളുടെ കടുംപായസവും വേണ്ട. നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം കൊടുക്കൂ. നിങ്ങൾ എന്താ ചെയ്യണേ? അത് മാത്രം കൊടുക്കില്ല, അത് വല്ലവർക്കുക. ഭഗവാനെ അങ്ങ് തന്നെയാണ് സർവസ്വവും. പക്ഷേ എൻ്റെ പേരക്കുട്ടിയുടെ കാര്യം നോക്കണേ. അപ്പൊ ഭഗവാനോ മേലെ അതോ പേരക്കുട്ടിയോ മേലെ? അപ്പൊ ഭഗവാനോട് സ്നേഹം മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. പിന്നെ 3 ഭാവങ്ങൾ എന്താ? മൈത്രി. ഭഗവത് ഭക്തന്മാരുണ്ട്, അവരോട് സംസാരിക്കുക, അവരോട് സഖ്യം പുലർത്തുക, അവരെ മിത്രങ്ങളായി കാണുക. അവരോട് സംസാരിക്കാൻ പറയുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഇപ്പൊ വസുദേവർ ചോദിച്ചുല്ലോ ദേവകിയോട്, അല്ല വസുദേവൻ ചോദിച്ചുല്ലോ നാരദ മഹർഷിയോട്. നാരദ മഹർഷി ഉടനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇത് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, ഇത് ദേവകി പറഞ്ഞിട്ടില്ല, വസുദേവന്റെ അച്ഛനമ്മമാർ പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ഭക്തന്മാരുടെ മുഖത്തിൽ നിന്നേ കേൾക്കുള്ളൂ. അപ്പൊ അവരോട് മൈത്രി പുലർത്തൂ. അവർക്ക് വേണ്ട ശാരീരികമോ ഭൗതികമോ ആയ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിന് സഹായിക്കൂ. അവർക്ക് നൽകാനുള്ള അധ്യാത്മ സമ്പത്ത് പകർന്നെടുക്കൂ. വേണ്ടി വന്നാൽ കട്ടുമെടുത്തോളൂ. അതാണ് നമുക്ക് ആവശ്യം. മൈത്രി, കൃപോപേക്ഷ. ബാലിശന്മാരായി കുട്ടികളെ നിങ്ങളെ പരിഹസിക്കുന്നവർ ചിലരൊക്കെ ഉണ്ടാവും. അവളുടെ ഭക്തി എപ്പോൾ നോക്കിയാലും ഗാന്ധാരിയമ്മൻ ക്ഷേത്രത്തിലാണ്, എപ്പോൾ നോക്കിയാലും സ്വാമിജിമാരുടെ പിന്നാലെയാ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന കുറെ കൂട്ടരുണ്ടാവും. ദേഷ്യപ്പെടരുത്, അവരോട് കൃപ തോന്നണം. ബാലിശന്മാരാണ്, അറിവില്ലാതെ പറയുകയാണ്. ഉപേക്ഷ. പിന്നെ നിങ്ങളെ പിടിക്കാത്തവരും ശത്രുക്കളുമായിട്ട് ചിലവരുണ്ടാവും. അവരെ ഡീറെക്കഗ്നൈസ് ചെയ്യൂ, ഉപേക്ഷിക്കൂ. ഇങ്ങനെ 4 തരത്തിലുള്ള ഭാവങ്ങൾ തുടർച്ചയായി മനസ്സിൽ പുലർത്തു. അതാണ് മധ്യമഭക്തി. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷസ്സുജ പ്രേമമൈത്രീ കൃപോപേക്ഷ യഃ കരോതി സമധ്യമഃ. അപ്പൊ ശാരീരികവും ഭൗതികവുമായിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് ആരാധന ഉയർന്ന് മനസ്സിൽ പ്രതിഷ്ഠിതമായി ആ മനസ്സിൽ 4 തരത്തിലുള്ള ഭാവങ്ങൾ, ഒന്ന് ഈശ്വരനോടും മറ്റു 3 സഹജീവികളോട് 4 ഭാഗത്തുള്ളവരോടുമായി അങ്ങനെ തുടർച്ചയായി സമ്പർക്ക രൂപത്തിൽ അങ്ങനെ അങ്ങോട്ട് പോവുക. ഇതാണ് മധ്യമം. അപ്പൊ പിന്നെ ഉത്തമം എന്താ? ഉത്തമത്തിൽ 4ഉം 3ഉം 2ഉം ഒന്നും ഉണ്ടാവില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. എന്താണ് ഉത്തമം? ആ സ്നേഹം എന്ന് പറഞ്ഞില്ലേ, ഭഗവാനോട് സ്നേഹം തോന്നണം. സ്നേഹം, ആ സ്നേഹത്തിന് നിങ്ങൾ വിനിയോഗിക്കണം. സ്നേഹം ജനിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഭഗവാനോടാണ് സ്നേഹമെങ്കിലും സ്നേഹത്തിൻ്റെ മുതലാളിമാർ നമ്മളാണ്. സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ? ഈശ്വരനോടാണ് സ്നേഹമെങ്കിലും സ്നേഹം മനുഷ്യ മനസ്സിൽ നിന്നാണ് നിർഗളിക്കുന്നത്. ആ സ്നേഹത്തെ നിങ്ങൾ എന്തു വേണം? വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യകൗഘനാശ പ്രണയരശനയ ധൃതാംഘ്രിപദ്മഃ സഭവതി ഭാഗവത പ്രധാന ഉക്തഃ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ആരാ അത് പറയുക? നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രസ്താവനകളുള്ളൂ. ലോകത്തിലുള്ളവരെല്ലാവരും ഈശ്വരനെ പേടിക്കുന്നവരാണ്, ഈശ്വരനെ ആദരിക്കുന്നവരാണ്. ഈശ്വരനെ കയ്യിലടക്കിയവരോ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവരോ താനും ഈശ്വരനും ഒന്നായി വിഹരിക്കുന്നവരോ ഇല്ല. അത് ഭാരതത്തിൽ മാത്രമേ കാണൂ. നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹിമയാണ്.
നമ്മുടെ ഭക്തന്മാരുടെ മികവാണ്, നമ്മുടെ തത്വജ്ഞാനികളുടെ പാരമ്യതയാണത്. അവർക്ക് മാത്രമേ ഭഗവാനെ കൊണ്ടു നിർത്തി സംസാരിപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരാധിച്ച് തൃപ്തിപ്പെടുത്താൻ പുറപ്പെടുന്ന ഭഗവാനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി, ദാ നോക്കൂ എങ്ങനെ കൃഷ്ണന്റെ പിതാവ് വസുദേവനെ കൊണ്ടുവന്ന് മഹർഷിയുടെ മുമ്പിൽ നിർത്തി വസുദേവ മുഖത്തിൽ നിന്ന് തൻ്റെ വിഷമങ്ങളും അമളിയും സങ്കടവും ഉണർത്തിച്ച് അതിന് മറുപടി മഹർഷി മുഖത്തിൽ നിന്ന് തരണു. എവിടെ കാണും നിങ്ങൾക്ക് ഈ പാരമ്യത, ഈ വൈഭവം, ചിന്താവൈഭവം, വിചാരത്തിൻ്റെ മികവ്, വിചാരത്തിൻ്റെ നിറവ്, അതിൻ്റെ ആ താതാത്മ്യം എവിടുന്നാ നിങ്ങൾക്കിത് കാണാൻ പറ്റുക? വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഘനാശ. ഈ ഹരി എങ്ങനത്തെ ആളാ? അഘൗഘനാശ. നിങ്ങൾക്ക് എത്ര പാപമുണ്ടെങ്കിലും ചിന്തിക്കരുത് ഞാൻ മഹാപാപി. മിണ്ടരുത്, മിണ്ടരുത്. ഒരു മഹാപാപിയും ഒരു കാലത്തും ഇല്ല. ഇനി മഹാപാപം കൂമ്പാരമുണ്ടെങ്കിൽ എന്ത്? ഹരിയെ പിടിച്ചു നിർത്തൂ. അഘൗഘനാശനാണ് അദ്ദേഹം. ആ പാപം മുഴുവൻ നശിപ്പിക്കും. ഒരു മെഴുകുതിരി കത്തിച്ചാൽ മതി. 10,000 കൊല്ലമായിട്ട് വെളിച്ചം കാണാത്ത ഗുഹയുടെ ഉള്ളിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചാൽ ആ ഇരുട്ട് എന്തു ചെയ്യും കൂട്ടരെ? അവിടെ നിൽക്കുവോ അതോ ഓടുവോ? പമ്പ കിടക്കും. അതുമാതിരി ഹരി മനസ്സിൽ അങ്ങോട്ട് പ്രവേശിച്ചാൽ അവിടെ സർവ്വവിധത്തിലുള്ള പാപവും ഇല്ലാതെയായിത്തീരും. ആ ഹരിയെ നിങ്ങൾ എന്തു വേണം? പിടിച്ചു കെട്ടണം. എന്ത് എന്ത് എങ്ങനെ കെട്ടണം? പ്രണയരശനയാ. ആ ഭഗവാനോട് തോന്നുന്ന സ്നേഹം, ആ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് അതിൻ്റെ ഉറവിടം. ആ ഉറവിടത്തിൽ നിന്ന് സ്നേഹം എത്രയും വളർത്തി ഒരു കയറ് പോലെ ആക്കി അദ്ദേഹത്തിൻ്റെ കാല് കെട്ടണം. യശോദ അരയിൽ കെട്ടിയപ്പോഴാണ് വലിച്ചു കൊണ്ടുപോയത്. കാല് കെട്ടിയാൽ കൃഷ്ണൻ പോയിട്ടുണ്ടാവില്ല. പ്രണയരശനയാ ധൃതാംഘ്രി പത്മ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഈ സന്ദേശം ഉൾക്കൊള്ളോ? പ്രണയരശനയാ ധൃതാംഘ്രി പത്മ. അദ്ദേഹത്തിൻ്റെ അംഘ്രി, കാല് അങ്ങോട്ട് കെട്ടണം. ആ കാലിനെ കെട്ടാൻ സ്നേഹക്കയറാണ്. സ്നേഹം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം സ്നിഗ്ധമാക്കുന്നതും സ്നിഗ്ധവും. അപ്പൊ ആ കയറുകൊണ്ട് കെട്ടിയാൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉള്ളൂ. അതിൽ മുള്ളും മുഷ്കും ഒന്നും ഉണ്ടാവില്ല. സ്നേഹക്കയറാണത്. നെയ്യ് പുരട്ടണ മാതിരിയാത്. ആ സ്നേഹക്കയറുകൊണ്ട് കാലങ്ങോട്ട് വരിഞ്ഞു കെട്ടിയതിൻ്റെ പേരിൽ വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിഹി അവശാഭിഹിതഃ. ആരുടെ ഹൃദയത്തെ വിട്ടു പോകാൻ ഹരിക്ക് പറ്റാതെയിരിക്കുന്നുവോ ആ ഭക്തനാണ് സഭവതി ഭാഗവത് പ്രധാന ഉക്തഃ. ഭാഗവതന്മാരിൽ വെച്ച് ഉത്തമനായിട്ടുള്ളവനാണ് ഈ ഭക്തൻ, ഈ ഭക്തൻ, ഈ ഭക്തൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് സത്സംഗം. നാരദ മഹർഷി വസുദേവനോട് സംസാരിക്കുന്നത് അതാണ് സത്സംഗം. ആ സത്സംഗത്തിൽ അദ്ദേഹം ഒരു പൂർവകഥ അവതരിപ്പിച്ചുകൊണ്ട് നവയോഗികളുടെ സംഭാഷണം ഉദ്ധരിച്ച് അതിലൊരു യോഗി പറഞ്ഞ കാര്യം പറയുകയാണ്. അതിലെന്തു പറഞ്ഞു? പ്രതിമാപൂജ തുടക്കമാണ്. മനസ്സിൽ 4 വിധ ഭാവങ്ങൾ അനുധാവനം ചെയ്യുന്നത് നിലനിർത്തുന്നത് രണ്ടാമത്. അതും വിട്ട് ഭഗവാനും താനും വേറെയല്ലാതെ തൻ്റെ ഹൃദയത്തിൽ സ്നേഹക്കയറ് കൊണ്ട് വരിഞ്ഞു കെട്ടി ആ കെട്ടി അങ്ങോട്ട് ഇരുന്നാൽ ഭക്തിയുടെ ലക്ഷ്യമായി, ഭക്തിയുടെ സാക്ഷാത്കാരമായി. അങ്ങനെയുള്ള ഒരു ഭക്തനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് വളരെ വിശേഷപ്പെട്ടതാ. ഞാൻ ഇനിയൊരു അവസരത്തിൽ പറയാം. ഭക്തിയുടെ പരമാവധി എന്ത്? അതിൻ്റെ പരമവൈഭവം എന്ത്? എപ്പോഴാണ് ഭക്തൻ പാരമ്യതയിൽ എത്തിച്ചേരുന്നത്? ഇങ്ങനെ ആലോചിച്ചാൽ ഇതിന് മറുപടി പറയുന്നത് എന്താ? ഇതാണ് ഭാഗവതം മറുപടി പറയുന്നത്. ഞാൻ കൊച്ചിയിൽ പോയി ഒരു നാരായണീയ മഹോത്സവം നടത്തി. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ നല്ല ഓർഗനൈസറാണ്, ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. 5-ാം തീയതി സ്വാമിജി വരണം. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല. നൈമിഷാരണ്യത്തിൽ 10 ദിവസം ശരീരത്തിന് നല്ല ക്ഷീണം ഉണ്ടാവും. 1-ാം തീയതി ഞാൻ 8:30 മണി 9 മണിക്കാണ് നമ്മുടെ ആശ്രമത്തിൽ നാരായണാശ്രമ തപോവനത്തിലെത്തിയത്. പിറ്റേ ദിവസം മുതൽക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, ഉറക്കം കഷ്ടിയാണ്, എനിക്ക് വരാൻ പറ്റില്ല. പക്ഷേ സ്വാമിജി എങ്ങനെയായാലും വരണം. ഒരു 10-30,000 40,000 പേരുണ്ടാവും. അവരൊക്കെ ഒരു നാരായണീയക്കാരാണ്. എല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. അവരെ വേണ്ടതുപോലെ ഒന്ന് പറഞ്ഞ് ഒരു ഡയറക്ഷൻ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. അതുകൊണ്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അവസാനം 4:30 മണിയെന്ന് പറഞ്ഞു. 3:30 ആയി. 3:15 3 മണിക്ക് എന്നൊക്കെയായി.
അപ്പോൾ അല്പം വിശ്രമിക്കാൻ പോകാൻ പറ്റായില്ല. അവിടെ നിന്ന് ഊണ് കഴിച്ചു. എന്നിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. 3 മണിക്ക് എത്തി. അവസാനം അവിടെ ചെന്നു. ഒരു സമുദ്രം പോലെ ആൾക്കാർ. ഞാൻ ഏറ്റവും അധികം ആൾക്കാരെ അഭിസംബോധന ചെയ്തത് ലക്നൗവിൽ ബീഗം ഹസ്രത്ത് അലി പാർക്കിലാണ്. 6.5 ലക്ഷം ജനങ്ങളുണ്ടായിരുന്നു. അതാണ് അന്നത്തെ എസ്റ്റിമേറ്റ്. 32 അടി ഉയരം ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കയറി എൻ്റെ മുറിഞ്ഞ ഹിന്ദിയിലാണ് ഞാൻ അവരെ അഭിസംബോധന ചെയ്തത്. അന്ന് എനിക്ക് ഇന്നത്തെ മാതിരി ഹിന്ദി സംസാരിക്കാൻ പറ്റില്ല. എന്നാലും അവിടെ സംസാരിച്ചു. ഭക്തി എന്ന് പറയുന്ന പ്രവാഹം എങ്ങനെയാണ് സമതലത്തിൽ നിന്ന് പുറപ്പെട്ട് രാജധാനി വരെ എത്തിത്തേരുന്നത് എന്നായിരുന്നു. സാധാരണ പുഴകളൊക്കെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് സമുദ്രത്തിലേക്ക് പോവാണല്ലോ. ഇവിടെ ഭക്തിഗംഗ സമതലത്തിൽ നിന്ന് പുറപ്പെട്ട് ലക്നൗ എന്ന് പറയുന്ന സംസ്ഥാന തലസ്ഥാനം, അവിടെ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ തലസ്ഥാന നഗരിയിൽ വന്ന് പാർലമെന്റിനെ ആപ്ലാവിതമാക്കി തീർത്ത് കാര്യം നടന്നില്ലെങ്കിൽ ന്യൂഡൽഹി വരെ എത്തുന്നു. അതുപോലെ നടക്കും ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്ര വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്തത് അവിടെയാണ്. ഒരു തിരക്കൊരു ബഹളം. എല്ലാവരോടും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു ഒരു 100 ചില്ലാനം പേര്. അവരോട് ഇറങ്ങിപ്പോകാൻ ഇരിക്കാൻ അവിടെ സ്ഥലമില്ല. അങ്ങനെ ഒന്നായിരുന്നു. കാറ് കൊണ്ടുപോയി നിർത്തിയത് തന്നെ ജനങ്ങളുടെ ഇടയിലാണ്. അങ്ങനെ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു. സംസാരിച്ച് മടങ്ങി വന്നു. അപ്പം അദ്ദേഹം പറയുക, 3/4 മണിക്കൂർ നേരം എന്നോട് സംസാരിച്ചു. 7-ാം തീയതി മറ്റും. അദ്ദേഹം പറയുക, സ്വാമിജി കെട്ടാൻ പറഞ്ഞില്ലേ, അവർ കെട്ടിയെന്ന്. കെട്ടിയവരെന്ന് ഇതാ അവർ പറഞ്ഞു. ഞാൻ ഈ ഭക്തിയിൽ വളരെയധികം താല്പര്യമുള്ള ആളാണ്. നൈമിഷാരണ്യത്തിൽ പ്രതിദിനം ഒരു ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുമ്പോൾ ആദ്യത്തെ ദിവസം മുതൽക്കൊരു പ്രദക്ഷിണം വയ്ക്കുക അവിടെ. ആ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നിങ്ങൾ ഈ സ്വാമിജി ഒന്നുമല്ല അവിടെ കാണുക. എൻ്റെ കയ്യിൽ 2 കോലൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞാനിങ്ങോട്ട് കൊട്ടി എല്ലാവരും കൂടി ആടി പാടി ആനന്ദ നൃത്തമാണ് അവിടെ. നിങ്ങൾ എന്താ ഈ ആലോചിക്കുന്നത്? നമ്മുടെ ഭക്തി ഒരു പ്രയോഗമാണ്. ഭക്തി പ്രയോഗേണ. അത് പ്രയോഗിച്ചാൽ കെട്ടുപൂട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ആ കെട്ടുപൂട്ടുകൾ പോണം. ഇതാണ് നമുക്ക് ആവശ്യം. നാണം മുടുങ്ങിയിരുന്നാൽ പറ്റില്ല. അതൊക്കെ ചെയ്തോളൂ, വിരോധമില്ല. എല്ലാവരും അങ്ങനെ ഒരു വലിയ സന്ദർഭമാണത്. ഭഗവാന്റെ പേര് പറയുന്ന സമയത്ത് ആ പറയുന്നത് തന്നെ ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. എന്താ ഈ ഉറക്കെ പാടാൻ ഇത്ര പേടി? ഭഗവാനെ തൃപ്തിപ്പെടുത്താനാ. പാട്ട് കച്ചേരിക്ക് പോയി നമ്മൾ തലകുലിക്കൊന്നുമല്ലാതെ, താളം വാദ്യമൊന്നുമില്ല. നമുക്ക് വായ കൊണ്ട് പറയുന്നതിന് എന്താ വിരോധം? ഗജേന്ദ്രൻ എന്താ ചെയ്ത്? കൂന്ന് പറഞ്ഞു. ആ കൂന്ന് കേട്ടിട്ട് ഓടി ഇങ്ങോട്ട് വന്നു. ഇതാണ് നമ്മുടെ ദൃഷ്ടാന്തം. പാഞ്ചാലിയുടെ വസ്ത്രം പിടിച്ചു വലിച്ചു ദുശാസനൻ. നിറഞ്ഞൊരു സദസ്സാണ്. ഹരേ എന്ന് പറഞ്ഞപ്പോ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. സാരി ഇങ്ങനെ നീളം കൂടി വലിച്ച് വലിക്കുന്ന 2 കൈകളും കഴഞ്ഞ് ദുശാസനൻ ഇളിഭ്യനായി മിണ്ടാതെ ചാഞ്ഞിരുന്നു അവിടെ. ഇതാണ് അവിടെ നടന്നത്. ഇതുപോലെ ഒരു ഭക്തി നമുക്ക് പ്രയോഗിച്ചൂടെ? നിങ്ങൾ ആര് വേണമെങ്കിൽ നിങ്ങളെ ആക്രമിക്കാൻ വരട്ടെ, കീഴടക്കാൻ വരട്ടെ. നിങ്ങളുടെ കയ്യിൽ എന്താ ഡിഫൻസ് ഉള്ളത്? 4 ആൾ കൂടി ഒരു പുരുഷനെ ആക്രമിക്കണമെന്നിരിക്കട്ടെ. പുരുഷന്മാര് 4 ആൾ കൂടി കയ്യിലുള്ളത് തട്ടിക്കൊണ്ടുപോകാൻ ഒരു പുരുഷനെ ആക്രമിക്കുകയാണ്. 4 ആള് തിരിച്ചങ്ങോട്ട് അടിച്ചാൽ ആ 4 ആള് എന്താവും? സ്നേഹത്തിൽ നിന്ന് തുടങ്ങിയ സമീപനം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സ്നേഹത്തിന് വേണ്ടി തുടങ്ങിയ സമീപനം എന്തായിത്തീരും? ക്രോധമായി മാറും. അപ്പോൾ അരവും കൂടി ആ കിന്നരം എന്ന് പറഞ്ഞ മാതിരി പിന്നെ അവിടെ എന്ത് നടക്കുന്ന അറിയില്ല. അതാണോ നമുക്ക് ആവശ്യം? നമ്മുടെ ഭക്തിശാസ്ത്രത്തിൽ, നമ്മുടെ വിശ്വാസശാസ്ത്രത്തിൽ, നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ള മറുപടിയാണ് ദ്രൗപദി, ഉള്ള മറുപടിയാണ് പ്രഹ്ലാദന്റെ കഴുത്തു വെട്ടാൻ സ്വന്തം അച്ഛൻ ഹിരണ്യകശിപു വാളോങ്ങി കാലെടുത്തു വെച്ചതാണ്. ആ സമയത്തും പ്രഹ്ലാദൻ കീഴടങ്ങിയില്ല. ആരാണ് നിനക്ക് ബലം എന്ന് ചോദിച്ചപ്പോ ഹരിയാണെന്ന് പറഞ്ഞു. എവിടെയാണ് നിന്റെ ഹരി ചോദിച്ചപ്പോ എല്ലാ ദിക്കിലും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഈ തൂണിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട് എന്നുള്ള മറുപടി. ഇതിലേറെ പ്രതിരോധം എന്താ? പ്രതിരോധം ശാരീരികമോ
അതോ മാനസമോ? ഏതാ ശക്തം കൂട്ടരെ? ഒന്ന് ബുദ്ധി കൊണ്ട് എന്നോട് മറുപടി പറയും. ശരീരം കൊണ്ട് റെസിസ്റ്റ് ചെയ്താൽ എല്ലാം ആയി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മനസ്സിനാണ് ശക്തി കൂടുതൽ. മനസ്സാണ് ദ്രവ്യത്തെക്കാൾ വിശേഷമായിട്ടുള്ളത്. ഈ തൂണിലുമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹിരണ്യകശിപു മകന്റെ നേരെ പുറപ്പെട്ട കാലടി തൂണിന്റെ നേരെ മാറി. അവിടെ ചെന്നൊരു ഇടി അങ്ങോട്ട് കൊടുത്തു. നരഹരി പുറത്തേക്ക് വന്നു. ഇതിലേറെ ആക്രമണമുണ്ടോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ പ്രഹ്ലാദനെയല്ലേ വിഷം കൊടുത്തത്, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചത്, കഠാരി കടവയറ്റിൽ കയറ്റാൻ ചട്ടം കെട്ടിയത്, പർവ്വതത്തിൽ നിന്ന് താഴത്തിട്ടത്, സമുദ്രത്തിൽ കല്ല് കെട്ടിയിട്ടത്, തീയിൽ കൊണ്ടിട്ടത്. ഇതൊക്കെ ചെയ്തിട്ട് എന്തുണ്ടായി? വെറുതെ ഭക്തി ഭക്തി എന്ന് പറഞ്ഞ് ഭക്തൻ നിന്ന് അടിച്ച് നടക്കണ്ട. നടന്നോളൂ, അത്രയും നല്ലത്. ആ ഭക്തിക്കൊരർത്ഥമുണ്ട്, അതിനൊരാഴമുണ്ട്, അതിനൊരു ഉയരവും ഒരു വിസ്താരവുമുണ്ട്, അതിനൊരു അജയ്യത്വമുണ്ട്. ആ അജയ്യത്വം വെളിപ്പെടുത്താനാണ് ഞാൻ എഴുതിയിട്ടുള്ള ചില ഭാഗങ്ങളിൽ അദൃശ്യശക്തി ദൃശ്യമാകുമ്പോൾ എന്നൊരു പുസ്തകമുണ്ട് ഭാഗവത പരമ്പരയിൽ. അതിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഈ അദൃശ്യശക്തി ദൃശ്യമാകുന്നത്. ജഡഭരതനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു, രക്തചന്ദനം മേല് മുഴുവനും ചാർത്തി, എന്നിട്ട് കള്ളത്തലവനെ കാത്തിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ. 2 പേര് അപ്പുറത്തും നിൽക്കണു. തലവൻ വരാൻ കാത്തിരിക്കുകയാണ്. മിണ്ടില്ല. ആര്? ഭരതമുനി. കേൾക്കണുണ്ടോ നിങ്ങളാണെങ്കിലോ മിണ്ടില്ല. മിണ്ടിയാലേ ദൈവം സഹായിക്കുള്ളൂ, മിണ്ടിയില്ലെങ്കിൽ സഹായിക്കില്ലേ? അവസാനം സൈന്യത്തലവൻ വന്ന് വാളെടുത്ത് ഓങ്ങിയതോടുകൂടി കാളീക്ഷേത്രത്തിലെ ബിംബത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ ഒരു സാധനം പുറത്തു വന്ന് വാള് തട്ടിപ്പറിച്ച് കള്ളന്റെ കഴുത്താവെട്ടി. എന്ത് ചെയ്തു ആ മനുഷ്യൻ? പ്രതിരോധിച്ചോ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഭൂമാനന്ദ സ്വാമിജി അതിന് സമ്മതിക്കില്ല. നിങ്ങൾ സത്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടവരാണ്. ആരെങ്കിലും ആക്രമിക്കാൻ വന്ന പങ്കജ് ഭാട്ടിയ എന്ന് പറഞ്ഞൊരു കുട്ടി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്നാണ് പോയത്. ആ പങ്കജ് ഭാട്ടിയ വാഷിങ്ടണിലുള്ളപ്പോൾ മഗ് ചെയ്തു അത്ര 4 പേര് വന്ന് അടിച്ചു, മൂക്കത്തിടിച്ചു, കവളത്ത് കുത്തി, ചോര ഒലിച്ചു തുടങ്ങി. ഒരക്ഷരം ചെയ്യാണ്ടിരിക്കുക, മിണ്ടാണ്ടിരുന്നു. ചോരയൊക്കെ ഒലിച്ച് ഷർട്ടും കൂടി നനഞ്ഞപ്പോൾ ഉടനെ കൈ ഇറക്കിയത്രേ, കർച്ചീഫ് എടുത്തൊന്ന് തുടയ്ക്കാൻ. ആ കൈ ഇട്ടത് കണ്ടതോടുകൂടി അവരെല്ലാവരും ഓടിപ്പോയി. എന്താ ഓടിപ്പോയെ? ഒരു പക്ഷേ ഗണ്ണെടുക്കാനാവുമെന്ന് വിചാരിച്ചിട്ടാവാം. പക്ഷെ നേരെ മറിച്ച് ഈ പങ്കജ് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകുമായിരുന്നു പറയും? ഒന്നിലോ ആ കുട്ടി മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരണപര്യന്തം വരെ എത്തിയിട്ടുണ്ടാവും. അപ്പം 4 ആളെ ആക്രമിക്കാൻ വന്നാൽ നിങ്ങളുടെ കയ്യിലുള്ളത് സിംഗുലർ റെസിസ്റ്റൻസ് ആണോ എന്ന് നിങ്ങൾ നല്ല പോലെ ആലോചിക്കണം. നമ്മുടെ റെസിസ്റ്റൻസ് ശാരീരികമാണോ മികച്ചത്, അതോ മാനസമാണോ, അതോ ബൗദ്ധമാണോ, അതോ അഹങ്കാരത്തിൻ്റെ നിലവിലുള്ളതോ? ഏതാണ് റെസിസ്റ്റൻസ് എന്ന് നല്ല പോലെ പറയണം. 4 ആളെ ആക്രമിക്കാൻ വന്നു. അവർ ആക്രമികളാണെന്ന് കണ്ണു തുറന്നാലല്ലേ അറിയുള്ളൂ. കണ്ണടച്ച് നിൽക്കും. എത്ര അടിയടിക്കും? എന്താ മിണ്ടാത്തെ? കണ്ണടച്ച് നിൽക്കുന്ന ഒരാളെ എത്ര അടി നിങ്ങൾ അടിക്കും? അടിക്കുമ്പോൾ ഞാൻ തടുത്താലോ? ഞാൻ തടുത്താൽ മറ്റാള് തടുത്തെടുക്കും. പിന്നെ ഞാൻ തടുത്താൽ തടുത്തെടുക്കും. അങ്ങനെ കൂടി പോവുകയുള്ളൂ. അപ്പം നിങ്ങളിതൊക്കെ നല്ല പോലെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഭക്തിശാസ്ത്രം ഇതിനൊക്കെ വേണ്ടി മനുഷ്യനെ ആശ്വസിപ്പിക്കാനാണ്. പലതരത്തിലുള്ള മൂല്യച്യുതികളുണ്ട്, പല വിധത്തിലുള്ള അക്രമങ്ങളുണ്ട്. ഇവിടെ ഒരു വ്യക്തിക്കും സ്വാതന്ത്ര്യമില്ല മറ്റൊരാളെ ശാസിക്കാനോ ചൊൽപ്പടിക്ക് നിർത്താനോ. അതിനുള്ള അധികാരം പോലീസിനും ആഭ്യന്തര വകുപ്പിനും മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വ്യക്തികളാണ്, നമ്മുടെ ചുറ്റും സമാജമുണ്ട്. സമാജത്തിലുള്ള ഒരംഗത്തിനെയും നിലയ്ക്ക് നിർത്താൻ നമുക്ക് അധികാരമില്ല. അങ്ങനെയുള്ള ഒരു സമാജത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഭരണം കൈകാര്യം ചെയ്യേണ്ട വ്യവസ്ഥകളും നിയമങ്ങളുമാണ്. അവർ അതിൽ പരാജയപ്പെട്ടാൽ നമുക്ക് എന്താണ് ഗതി? എൻ്റെ അഭിപ്രായത്തിൽ ഈശ്വരനും നമ്മുടെ സംസ്കാരവും അതിലുള്ള വിശ്വാസവും മഹിമയും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരൊറ്റ ആൾ വിചാരിക്കരുത് നിങ്ങളുടെ തോന്നിവാസത്തിന് വിധേയമാണെന്ന്. അല്ല. ദ്രൗപദി ആയിരുന്നില്ല, പ്രഹ്ലാദനായിരുന്നില്ല, ധ്രുവനായിരുന്നില്ല. അച്ഛൻ്റെ മടിയിൽ നിഷേധിച്ചപ്പോൾ അവിടെ അച്ഛനോട് യുദ്ധം ചെയ്യാൻ ചെയ്തില്ല.
മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനാ പോയത്. വന്നപ്പോൾ എല്ലാം ശുദ്ധമണ്ഡലമായി. അതുകൊണ്ട് ഭക്തിക്ക് വലിയ അർത്ഥമാണ്. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഗനാശ പ്രണയരശനയാ ധൃതാംഘ്രിപത്മഃ സഭവതി ഭാഗവത പ്രധാന ഉക്ത. ഭാഗവതന്മാരിൽ വെച്ച് പ്രധാനൻ സ്നേഹക്കയറുകൊണ്ട് ഭഗവാന്റെ പാദകമലങ്ങളെ വരിഞ്ഞു കെട്ടി അവിടെ അങ്ങോട്ട് നിർത്തുക. നിങ്ങൾക്ക് ഹൃദയമുണ്ട്, സ്നേഹവുമുണ്ട്. ഇനിയുള്ളത് നിങ്ങൾ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഭൂമാനന്ദ സ്വാമി പറയണു, ചെയ്യണം, ചെയ്യൂ. ഇതിന് സമയം വേണ്ട, കാലം വേണ്ട, ദേശം വേണ്ട. ആ ഭക്തി എന്ന് പറയുന്ന സ്നേഹത്തെ കയറാക്കി തീർത്ത് ഭഗവാന്റെ കാല് വരിഞ്ഞങ്ങോട്ട് കെട്ടി കയ്യും വീശി നടന്നോളൂ ലോകത്തിൽ. വാ, ഒരിക്കലും പേടിക്കരുത്, ഭഗവാനെ പേടിക്കരുത്. വെറുതെ ആദരിച്ചാലും പോരാ, ഭഗവാനെ സ്നേഹിക്കൂ. ഹൃദയസ്ഥലം തുറന്നു കൊടുക്കൂ. അവിടെ വന്നിരിക്കാൻ പറയൂ. അടിച്ചു വെടുപ്പാക്കി തൂത്തുവാരി വൃത്തിയാക്കി അദ്ദേഹത്തിൻ്റെ പാദകമലത്തെ പോലെ നമ്മുടെ ഹൃദയത്തെയും ഹൃദയ കമലമാക്കി തീർക്കട്ടെ അദ്ദേഹം. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ എനിക്ക് പറ്റില്ല, എൻ്റെ പൊന്നീശ്വര, അങ്ങക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് വരൂ, ഇരിക്കൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നിങ്ങളൊക്കെ ചെയ്യോ? എപ്പോ? ഇതാണ് സത്സംഗം എന്ന് പറഞ്ഞാൽ. സത്സംഗം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമ്മളെ ഒരു ആവേശം ജനിപ്പിച്ച് ഒരു അഭിനിവേശം ഉണ്ടാക്കി നമുക്ക് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും മൂല്യവും നമുക്കൊരു സംരക്ഷണ ബോധവും എല്ലാം തന്നെ ഉണ്ടാക്കുന്നതാണ് സത്സംഗം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്തായാലും 3 ദിവസം നമ്മുടെ തത്വപ്രവചന പരമ്പര ജ്ഞാനയജ്ഞം ഇവിടെ വൈലോപ്പിള്ളി ഹാളോ എന്താണെന്ന് വെച്ചാൽ അതിൽ നടക്കാൻ പോണു. നിങ്ങളെല്ലാവരും അവിടെ വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് സംസാരിക്കാം. ഭഗവത്ഗീത എന്ന് പറയുന്നതിൻ്റെ പ്രാവർത്തിക സന്ദേശം എന്താണ്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഭക്തിഗ്രന്ഥമുണ്ടല്ലോ, അതിൻ്റെ ശരിയായ സന്ദേശം എന്താണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? പ്രായോഗികമായി നമ്മൾ എങ്ങനെ അനുധാവനം ചെയ്യണം? ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. എന്താ സംസാരിക്കാൻ പോണേന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാതിരിയുള്ള കാര്യങ്ങളാവും ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി നമ്മൾ നോക്കും. ഞാൻ മനസ്സ എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല നല്ല കുട്ടികളുണ്ടാവട്ടെപ്പാ, നല്ല നല്ല കുട്ടികളുണ്ടാവട്ടെ. അത് ഒരു തലമുറയല്ല, അനവധി തലമുറ. ആ കുട്ടികൾക്ക് ആദ്യമായിട്ട് കുടുംബസ്നേഹം വേണം, ഈശ്വര വിശ്വാസം വേണം, ഞാനൊരു സമാജാംഗമാണ് എന്നുള്ള ബോധം വേണം. നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പൗരനാണ് ഞാൻ എന്നൊരു വിചാരം വേണം. മടി പാടില്ല. ശരീരത്തിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാവരുത്. മനസ്സിനും ബുദ്ധിക്കും കോട്ടം കുറവുണ്ടാവരുത്. അങ്ങനെ ഉൾ വ്യക്തിത്വവും പുറം വ്യക്തിത്വവും ഒരുപോലെ സുഭഗമായി ചേർന്ന് പ്രവർത്തിച്ച് സമാജത്തിന് വേണ്ട സംഭാവനകളും മുതൽക്കൂട്ടുകളും പ്രൊഡക്ടിവിറ്റിയൊക്കെ നൽകി അവനവൻ്റെ കുടുംബവും എല്ലാം തന്നെ സമ്പദ് സമൃദ്ധമായി ഉൾ മികവോടുകൂടി ജീവിക്കാനാകണം. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, മനസ്സ ആലിംഗനം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പോരാ, കൈ പൊന്തിക്കണം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. അവിടെ ചിലർക്കൊക്കെ ഒരു മടി കാണുന്നുണ്ടല്ലോ. കൈ പൊന്തിച്ചാൽ നിങ്ങൾക്ക് ഫ്രോസൺ ഷോൾഡർ വരില്ല. അറിയോ നിങ്ങൾ? ഞാൻ എൻ്റെ ഷോൾഡർ കഷ്ടപ്പെടുത്തിയിട്ട് ഐ ആം അഡ്മിനിസ്റ്ററിങ് 24 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ടു മൈ ഷോൾഡർ. 24 തരത്തിലുള്ള ചലനങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറയുന്നത് ശരീരത്തിനെങ്കിലും പ്രയോജനപ്പെടട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ശരി, നന്നായി. സ്വഭാവമജനാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാനം തദ്ദൈവമേവ മമ സർവം അഹം തദേവ.
ഓം. എല്ലാവരും ചേർന്ന് എൻ്റെ കൂടെ സമാപന ഓംകാരം ജപിക്കും. ഹരി ഓം തത്സത്. ഈ മാതിരിയുള്ള ജ്ഞാനയജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സത്സംഗങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ഇതൊരു ക്ഷേത്രസന്നിധിയിൽ ദേവസന്നിധിയിൽ നടത്തുമ്പോൾ ആ സന്നിധിക്ക് ഏറ്റവും അധികം ചൈതന്യവും അനുഗ്രഹശക്തിയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മന്ത്രതന്ത്രങ്ങൾ, വേദോച്ചാരണങ്ങൾ പല വിധത്തിലുള്ളതുണ്ടല്ലോ. അതിനേക്കാളുമൊക്കെ ഏറ്റവും മികച്ചതാണ് ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ. ആ ബിംബത്തിനുള്ള ചൈതന്യവും അനുഗ്രഹശക്തിയും വർദ്ധിക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ചാൽ അതും നിങ്ങളെല്ലാവരും മനസ്സിലാക്കും.